ഗുജറാത്ത് എപ്പോഴും നമുക്കറിയാവുന്ന ഒരു സ്ഥലമാണല്ലോ. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാധീനമുള്ള, ബി ജെ പി പലതരത്തിലുള്ള മത്സരിക്കുവാൻ വേണ്ടിയുള്ള നാടകങ്ങളും നടത്തുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും നാമനിർദ്ദേശിക പത്രിക തള്ളിയതോടുകൂടിയാണ്, കോൺഗ്രസിന്റെ നാമനിർദ്ദേശക പത്രിക തള്ളിയെന്ന് മാത്രമല്ല, പകരം നിന്ന ആളുടേതും തള്ളി. മാത്രമല്ല, മറ്റു പല സ്ഥാനാർത്ഥികളും, 7ഓളം ഇതര സ്ഥാനാർത്ഥികൾ മത്സരിക്കുവാൻ വേണ്ടി കൊടുത്തിരുന്ന പത്രികകളും പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് മാച്ച് ഫിക്സിങ് ആണോ എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയുള്ള തെളിവുകളൊന്നും നമുക്ക് ഹാജരാക്കാൻ കഴിയില്ലെങ്കിലും അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഇത് തെളിവുകളില്ലാതെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അസേർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുവാൻ സാധ്യമല്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ 7-8 സ്ഥാനാർത്ഥികൾ ഒരേപോലെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുകയോ അവരുടെ നാമനിർദ്ദേശ പത്രികകൾ തള്ളപ്പെടുകയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ചില അടിയൊഴുക്കുകൾ വളരെ വ്യക്തമാണ് എന്നുള്ളതാണ്. ഇപ്പം മുകേഷ് ദലാൽ വിജയിച്ചു കഴിഞ്ഞ ഉടനെ അവിടുന്ന് ഉള്ള പ്രസ്താവന വന്നത്, തങ്ങൾ ആദ്യമായി, അതായത് സൂറത്ത് അതിന്റെ ആദ്യത്തെ താമര വിരയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കുള്ള ആദ്യ താമര സൂറത്തിൽ നിന്ന് എന്നുള്ള തരത്തിലുള്ള സന്ദേശങ്ങളാണ് വന്നത്. അപ്പൊ ഇത് മാത്രമല്ല, അവിടെ പകരം മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ നിലേഷ് കുംഭാണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നവർ പിൻവലിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ അവർ പറഞ്ഞ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒപ്പ്, സാധാരണ ഒരു മത്സരത്തിൽ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്തുണച്ചുകൊണ്ട് ഒപ്പുവെച്ചവർ തങ്ങളുടെ ഒപ്പ് അല്ല എന്ന് പറയുകയും അവരെ പിന്തുണച്ചവർ ആ സ്ഥാനത്ത് നിന്ന് പിന്മാറുകയൊക്കെ കൂടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ റദ്ദാക്കപ്പെടുന്നത്. എങ്കിലും സാധാരണ നമുക്ക് കാണാൻ കഴിയും, കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും ഡമ്മി സ്ഥാനാർത്ഥികളെ, ഇതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ പകരം മത്സരിക്കാൻ വേണ്ടിയുള്ള സ്ഥാനാർത്ഥിയായി ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ കൂടി മത്സരിപ്പിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെയും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെയും നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി എല്ലാവരുടെയും നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോവുക, അതുപോലെ തന്നെ സ്വതന്ത്രരായിട്ടോ അല്ലാതൊക്കെ മത്സരിക്കാൻ വേണ്ടി പേര് കൊടുത്തിരുന്ന 7ഓളം പേരുകൾ, തങ്ങളുടെ പേരുകൾ പിൻവലിക്കുക, മത്സരരംഗത്ത് നിന്ന് പിൻവലിക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മാച്ച് ഫിക്സിംഗ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ധാർമ്മികമാണോ എന്നുള്ളതാണ് ചോദ്യം. ധാർമ്മികപരമായി നമ്മൾ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ കണക്കാക്കുമ്പോൾ രാഷ്ട്രീയത്തിന് എന്ത് ധർമ്മമാണ് ഉള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയം എവിടെയാണ് ധാർമ്മികപരമായി പെരുമാറുന്നത് എന്ന് നമുക്ക് ലേശമന്യേ ചോദിക്കേണ്ടതായി വരും. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നോക്കിയാൽ, പണക്കൊഴുപ്പിന്റെ വെട്ടത്തിൽ നടത്തുന്ന പ്രചരണങ്ങൾ ശ്രദ്ധിച്ചാൽ, അതുപോലെ തന്നെ പരസ്പരം ചെളിവാരി എറിയലുകൾ നോക്കിയാൽ, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ചവിട്ടി മെതിക്കപ്പെടുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷവും ഭരിച്ചതിന് ശേഷം അഭിമുഖീകരിക്കുന്ന, തങ്ങളുടെ മണ്ഡലത്തിനെ അഭിമുഖീകരിക്കുമ്പോൾ പോലും തങ്ങൾ എന്ത് ചെയ്തുവെന്നോ അല്ലെങ്കിൽ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നോ പറയുന്നതിന് പകരം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതൊക്കെ കാണുമ്പോൾ രാഷ്ട്രീയത്തിലെ ധാർമ്മികത നമ്മൾ പലപ്പോഴും അറിയാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ചിരിവരും എന്നുള്ളതാണ്. മാത്രമല്ല, പല സ്ഥാനാർത്ഥികളുടെയും സ്വത്ത് വിവരങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ, മുമ്പൊക്കെ മത്സരിക്കാൻ മുമ്പിലുള്ള സ്വത്ത് വിവരവും മത്സരിച്ചതിന് ശേഷമുള്ള സ്വത്ത് വിവരമൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. അപ്പൊ അവർക്കൊക്കെ ഇത്രയും സമ്പത്ത് ഉണ്ടാക്കുന്നതിനുള്ള വഴികൾ എന്താണെന്ന് നമ്മൾ സംശയിച്ചു പോകും. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത്, സൂറത്തിൽ ഒരു BJP-യുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുവാനായി രംഗത്ത് വരുന്നു, ഡമ്മി സ്ഥാനാർത്ഥികൾ മത്സരിക്കുവാനായി രംഗത്ത് വരുന്നു. പക്ഷേ ഡ്രമാറ്റിക്കലി, നാടകീയമായി ഈ സുരേഷ് പണ്ടിലാൽ എന്ന് പറയുന്ന സുരേഷ് കുംഭാണി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോകുന്നു, പകരം നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിപ്പോകുന്നു, പിന്നീട് മത്സരിക്കാൻ വരുന്ന ഇതര സ്ഥാനാർത്ഥികൾ പത്രികകൾ പിൻവലിക്കുന്നു, BJP-യുടെ സ്ഥാനാർത്ഥി വിജയിയായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇത്രയും വലിയ നാടകീയത കാണുമ്പോൾ തീർച്ചയായിട്ടും മാച്ച് ഫിക്സിംഗ് ആണോ എന്ന് സംശയിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. എന്നാൽ ഇത് ഏതൊക്കെ തരത്തിൽ ജനവിധിയെ സ്വാധീനിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെയാണ്. എന്നാൽ ഇത് ഒരുപക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ സ്ഥിതി ഭിന്നമായിരുന്നേനെ, അത് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയും ചെയ്തേനെ. എന്നാൽ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം, BJP-ക്ക് വ്യക്തമായ ഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയ ഒരു ശക്തിയായി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് മാത്രമല്ല, BJP വളരെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ ഈ മണ്ഡലങ്ങളിലെല്ലാം നടത്താറുണ്ട് എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യം കൂടിയാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവം വളരെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ സ്വാധീനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സൂറത്തിൽ നടത്തിയ ഈ മാച്ച് ഫിക്സിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു സംഗതിയായി നമുക്ക് പറയേണ്ടി വരും. അത് ആര് നടത്തിയാലും, അത് കോൺഗ്രസ് നടത്തിയാലും, ഇത് BJPക്ക് അങ്ങനെ സ്വന്തമായി നടത്താൻ കഴിയില്ലല്ലോ. അതിന് കോൺഗ്രസിന്റെ പേരിൽ മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥികളുടെ പിന്തുണകൾ കൂടി കൂട്ടിയെങ്കിൽ മാത്രമേ അത് മതിയാവൂ. അതിന്റെ അർത്ഥം എന്താ? കോൺഗ്രസിന് അത്ര ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുത്താൻ പറ്റുന്നില്ല എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. ഈ വരുന്ന സ്ഥാനാർത്ഥികളെ നിരന്തരമായി കൂടെ നിർത്തുകയും
അവർക്ക് തങ്ങളുടെ പാർട്ടിയോട് എത്രമാത്രം അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ആ ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലമായി സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അല്ലാതെ വരുന്ന സന്ദർഭങ്ങളിലാണ്, അല്ലെങ്കിൽ കേവലമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വോട്ടിനെയും ധനത്തെയും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുകയും ആശയങ്ങൾക്കും തങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളെയും മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ളവർക്ക് സീറ്റ് കിട്ടിയാൽ സ്വാഭാവികമായും ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പത്രിക പിൻവലിച്ചവർ പലരും BJP-യിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള വാർത്തകളും അവിടെ നിന്ന് വരുന്നു. ഈ പത്രിക തള്ളിപ്പോയ ആൾ ഒരുപക്ഷെ BJP-യുടെ അംഗത്വം സ്വീകരിച്ചേക്കാം എന്നുള്ള വാർത്തകൾ വരികയും അതിനെതിരെ ജനങ്ങൾ അവിടെ പ്രക്ഷോഭം നടത്തുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഇത് കൂട്ടുകച്ചവടമായാലും മാച്ച് ഫിക്സിംഗ് ആയാലും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവണതകൾ ആരെ സംബന്ധിച്ചിടത്തോളം, ഏത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ പറയും ഞങ്ങൾ ഇതിലൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, കാരണം കോൺഗ്രസ് പാർട്ടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, അവിടെയുള്ള സ്ഥാനാർത്ഥിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അവർ പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, നമുക്ക് അവരിൽ ആരോപണം ഉന്നയിക്കുക അത്ര എളുപ്പവുമല്ല. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ ഉറപ്പ് വരുത്തേണ്ടുന്ന ഒരു ബാധ്യത ആ പാർട്ടിക്കുണ്ട്, ഇവർ തങ്ങളോടൊപ്പം തന്നെ നിൽക്കുമോ എന്ന്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് പലപ്പോഴും ആത്യന്തികമായി മാക്കിയവെല്ലിയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ അധികാരത്തോടും പണത്തോടും ഒക്കെ അദമ്യമായ ആഗ്രഹമുള്ള ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ സൂറത്തിൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്ഥാനാർത്ഥികൾക്കൊക്കെ കേവലമായിട്ടുള്ള തങ്ങളുടെ ഭാഗത്ത് സംഭവിച്ച പിഴവാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെങ്കിലും ഇത്ര വലിയൊരു തെരഞ്ഞെടുപ്പിൽ BJP-യെ പോലൊരു ശക്തിയെ നേരിടേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും പലവട്ടം ഈ സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ പിന്തുണയ്ക്കുന്നവരുടെ രാഷ്ട്രീയവും അവരുടെ കമ്മിറ്റ്മെന്റ് ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ തങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ഒരു പത്രിക പൂരിപ്പിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഫലം കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സീറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, ഒരു സ്ഥലത്തെങ്കിലും മത്സരിക്കാനാവാതെ കടന്നു പോവുക എന്ന് പറയുന്നത് എത്ര വലിയ ആത്മാർത്ഥത പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായി അവരുടെ മുൻപിൽ ചോദ്യമായി അവശേഷിക്കും എന്നുള്ളതാണ്. ഇതിൽ BJP-ക്കെതിരെ കാശ് കൊടുത്ത് അവർ സ്വാധീനിച്ച് മാച്ച് ഫിക്സിംഗ് നടത്തി വോട്ടുറപ്പാക്കി എന്ന് പറയുന്നിടത്ത് മാത്രമല്ല, ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുന്ന കോൺഗ്രസിനും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നമ്മുടെ കേരളത്തിലൊന്നും കാണുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ ചിത്രം അല്ല ഈ പ്രദേശങ്ങളിലുള്ളതെന്നും പലയിടത്തും നമുക്കറിയാമല്ലോ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ MP-മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതിരിക്കാൻ വേണ്ടി പല MLA-മാരായാലും MP-മാരായാലും റിസോർട്ട് രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. റിസോർട്ടിൽ കൊണ്ടുപോയി അവരെ അവിടെ തളച്ചിട്ട് പിറ്റേന്ന് പാർലമെന്റിലും നിയമസഭയിലും കൊണ്ടുപോയി ഇറക്കി നടത്തുന്ന ഒരു രാഷ്ട്രീയം പല പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്ന ഈ സൂററ്റിനെ പോലെയുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ സംഭവങ്ങളല്ല എങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, രാഷ്ട്രീയത്തിന്റെ ധാർമ്മികതയാണ് ഇതൊക്കെ ചോദ്യം ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഇത് മാത്രമല്ല, വ്യക്തിപരമായ ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു വ്യക്തി മത്സരിക്കുമ്പോൾ അദ്ദേഹം പുലർത്തേണ്ടുന്ന ചില ധാർമ്മിക മര്യാദകൾ കൂടി ഇവിടെ ചർച്ചയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വരും കാലഘട്ടങ്ങളിലെങ്കിലും ജനങ്ങൾ ഈ കള്ളനാണയങ്ങൾ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കും, അവർ നാളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകും, വേറൊരു ദിവസം അടുത്ത രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ വിദ്യാഭ്യാസമായി കണക്കാക്കിക്കൊണ്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മത്സരിക്കുന്ന ഈ കുരങ്ങന്മാരെ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയുകയും അതിനുള്ള ശിക്ഷ വരും കാലഘട്ടങ്ങളിൽ കൊടുക്കാൻ നമുക്ക് കഴിയുകയും വേണം. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി വിജയിക്കുവാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നോക്കും എന്നുള്ളത് ശരിയാണ്. അവിടെ അവർ ചെറിയ തോതിൽ ധാർമ്മികത ലംഘിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ അതിനേക്കാൾ വലിയ ധാർമ്മിക ലംഘനമാണ് തങ്ങളെ മത്സരിപ്പിച്ച ഒരു പാർട്ടിയിൽ നിന്ന് മനഃപൂർവ്വം ഇങ്ങനെയുള്ള തെറ്റുകൾ വരുത്തുകയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വഴങ്ങിക്കൊടുക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. ഇതിൽ ഏതാണ് സംഭവിച്ചത് എന്നുള്ളത് ഇനിയും കാത്തിരുന്ന് കാണുക മാത്രമേ നിവൃത്തിയുള്ളൂ. തീർച്ചയായിട്ടും ഇവർ BJP-യിലൊക്കെ ചേക്കേറുകയാണെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടി വരും, അവരുടെ ധാർമ്മികത നമുക്ക് സംശയിക്കേണ്ടി വരും. അല്ല എങ്കിൽ ഒരു പക്ഷേ പറ്റിയ തെറ്റുകളാണെങ്കിൽ 7 പേർക്കും പറ്റിയ തെറ്റുകളെ പറ്റി പാർട്ടി വിശദമായി അല്ലെങ്കിൽ പിന്തുണച്ച എല്ലാവരും ഈ പിന്തുണ പിൻവലിക്കുന്നതും അതുപോലെ തന്നെ ഈ നോമിനേഷൻ നാമനിർദ്ദേശ പത്രികയിൽ ഈ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഭാവിയിൽ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കുവാനുള്ള നടപടികൾ എടുക്കുകയും ആ പാർട്ടി ചെയ്യുമ്പോഴാണ് കൂടുതൽ ഒരുപക്ഷെ ജനാധിപത്യത്തിൽ വിശ്വാസ്യത കൈവരുന്നത്. എന്തായാലും ഈ കള്ളനാണയങ്ങളെയൊക്കെ തിരിച്ചറിയുവാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ നമ്മളെപ്പോലുള്ള ജനത ഒരിക്കലും വിസ്മരിച്ചുകൂടാ.